വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ. അപ്പോൾ കുഞ്ഞാപ്പിയും ടീമിനും തീറ്റ കൊടുക്കുന്ന സീനിലാട്ടോ. അവർക്ക് പുറത്ത് തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കലും കഴിഞ്ഞേച്ച് പിന്നെ കൂട്ടി കയറിയാലേ പിന്നെയും വിലസാൻ പോകും. പിന്നെ സന്ധ്യ ആയാലും കിട്ടിയല്ല. അപ്പം ഞാൻ എന്നെ ചെയ്തു, ബോസിനെ പിടിച്ച് ആദ്യം കൂട്ടിലോട്ട് കയറ്റി തീറ്റയും വെച്ച് കൊടുത്തു. പിന്നെ അസിസ്റ്റൻറ്റുകളെ ചെറപറാന്ന് പറയും വേഗം കയറി കാര്യങ്ങൾ എളുപ്പമായി. അപ്പം ഞാൻ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണക്കാൻ കുറച്ച് മണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നാൾ ആ മഴയത്ത് കുറച്ച് വാരി എന്നെ ചെടിച്ചട്ടിയിലാക്കിയതാണ്. അതിൻ്റെ അകത്ത് ചെടി നട്ട് കഴിഞ്ഞപ്പോൾ ചെടി ചീയുവാണ്. എന്നാൽ പിന്നെ ഒന്ന് ഈ വെയിലുള്ളപ്പോഴാണെങ്കിൽ ഉണങ്ങി കിട്ടുമല്ലോ എന്നോർത്ത് ഉണക്കിയതാണ്. അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുളത്തിലുണ്ടല്ലോ, കുളത്തിൽ നമ്മൾ വലിയ കുളത്തിൽ നിന്ന് കുറച്ച് മീനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഗപ്പീനെ. അത് എന്നെ ചോറിട്ടിട്ടാണോ എന്നെ പറ്റിയെന്നാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെങ്കിലും കുറച്ച് ചത്തിട്ടുണ്ടായിരുന്നു എന്നെ രാത്രിയിലും രാവിലെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് വാരി കളഞ്ഞ് ആ വെള്ളമൊക്കെ അഴുക്ക് മണമായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ നല്ല വെള്ളമൊക്കെ പിടിച്ചിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ നല്ല ഉഷാറായി കേട്ടോ. പിന്നെ നല്ല വെയിലാണല്ലോ, അപ്പോൾ പിന്നെ ചെടിയെല്ലാം നനച്ചു കൊടുക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ചെടിയെല്ലാം ഒന്ന് നല്ല ഉഷാറായിട്ടൊന്ന് നനച്ചു കൊടുത്തു. റോസയൊക്കെ നല്ലപോലെ വാടിയായിരുന്നു കേട്ടോ. എങ്ങനെയാണല്ലോ റോസയ്ക്കൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ നനച്ച് പിന്നെ നമ്മുടെ കുഞ്ഞു ടീമുകൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് വെള്ളം തീറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഇന്നത്തെ കലാപരിപാടി തീർന്നേ.